ഹലോ 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 ഹലോ. ഹലോ കേൾക്കുന്നില്ലേ? ഹലോ. ആ ആ ആ ആരാ? ഞാന് പിന്നെ അല്ല, ചേട്ടൻ ഇപ്പൊ ഏത് സിം ഉപയോഗിക്കുന്നത്? ഞാൻ ഉപയോഗിക്കുന്ന സിം BSNL. അല്ല, ചേട്ടൻ ഈ VI മാറാൻ താല്പര്യമുണ്ടോ? VIയിലേക്കാ? ആ VIയിലേക്ക് നിങ്ങളെ ഇതിപ്പം മര്യാദയ്ക്ക് കോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങളെ VIയിലേക്കെല്ലാം വന്നാൽ നമുക്ക് മര്യാദയ്ക്ക് റേഞ്ചെല്ലാം കിട്ടുവാ? ആ റേഞ്ചിനൊന്നും കുഴപ്പമില്ല ചേട്ടാ. അതെയോ? ആ അല്ല. ഇപ്പൊ ഒരു പുതിയ പാക്കേജ് ഉണ്ട്. എന്ത് പാക്കേജാ? 3 മാസത്തേക്ക് നെറ്റും കോളും 299 റുപ്യ. 3 മാസത്തേക്ക് നെറ്റും കോളും 299 റുപ്യ. നിങ്ങൾ ചേട്ടൻ താല്പര്യമുണ്ടോ? താല്പര്യം ഉണ്ടോ എന്ന് വെച്ചാൽ നിങ്ങളിപ്പം ഇത് പറയും നമ്മള് ഇത് പോർട്ട് ചെയ്ത് മാറിയിട്ടാകുമ്പോ നിങ്ങള് പിന്നെ എന്തെങ്കിലും കിട്ടുവോ? അത് മാത്രമല്ല, ഇത് ചെയ്യാനിപ്പം ഞാൻ പണിസ്ഥലത്താ ഉള്ളത്. എപ്പാ ചെയ്യണ്ടേ? അല്ല, ചേട്ടൻ ഉള്ളിടക്ക് വന്നിട്ട് നമ്മൾ ചെയ്തു തരും. ഉള്ളടക്കം വന്നിട്ട് ചെയ്ത് തരുവാ? ആ ഇത് സിം തന്നെയല്ലേ പോർട്ട് ചെയ്യുന്നത്? വേറെ എന്തെങ്കിലും ആണോ? അതെന്താ ചേട്ടാ, സിം തന്നെ. അതെയോ? അല്ല, ഉള്ളടത്ത് വന്നിട്ട് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ എങ്ങനെയൊന്നും ആരും വിളിച്ചിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചാ. അല്ല, ഇത് ഉള്ളത് തന്നെയാണ്, ചേട്ടൻ സംശയിക്കണ്ട. അതെയോ? ഈ 3 മാസത്തേക്ക് നെറ്റും കോളും എന്നെല്ലാം പറയുമ്പോ നിങ്ങൾ ഈ നെറ്റും കോളും വന്നിട്ട് എങ്ങ് പോകും. പിന്നെ ഈ നെറ്റ് തീർക്കാൻ വേണ്ടി നമ്മളുള്ള വീഡിയോസ് മൊത്തം കണ്ടിട്ട് ഇങ്ങനെ അലമ്പായിക്കൊണ്ടിരിക്കുക ചെയ്യുക. മനസ്സിലായ? അതെന്താ ചേട്ടാ, ചേട്ടൻ ഇപ്പൊ ഉപയോഗിക്കുന്ന സിമ്മ് ഇല്ലേ അങ്ങനെ? BSNL അങ്ങനത്തെ ഇതൊന്നുമില്ല. BSNL നല്ല വൃത്തിയിൽ നെറ്റ് കോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങളിത് മാറിയാൽ ഇനി അത് നടക്കൂലേ എന്നുള്ളതാണ് സംശയം. അതിനേക്കാളും സ്പീഡിലാ ഇത് നല്ലത്. റേഞ്ച് എല്ലാം കിട്ടും. അതെയോ? ഉം. നല്ല റേഞ്ച് ആയിരിക്കുവാ? നല്ല റേഞ്ച് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇത് പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാനുള്ള സ്ഥലത്ത് വരുവയ്യ? ചേട്ടൻ എവിടെയാ ഉള്ളതെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ മതി, നമ്മൾ അവിടെ വന്നിട്ട് അത് പോർട്ട് ചെയ്ത് തരും. നമ്മളിന്ന് പറയുമ്പോ കുറെ ആളുണ്ടോ ഇത് പോർട്ട് ഇല്ല, ചെയ്യാൻ? ഞാൻ മാത്രം. ഒരാളോ? ആ ഞാൻ ചോദിക്കുന്ന, അപ്പൊ ഈ പോർട്ട് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? അല്ല, ചേട്ടന് താല്പര്യം ഉണ്ടാവുമല്ലോ. ഇത് കിട്ടാതെ സിം എന്തിനാ? അല്ല, നല്ല റേഞ്ചുള്ള സിമ്മല്ലേ. നിങ്ങൾ പറയുന്നില്ല ഈ നല്ല റേഞ്ച് നിങ്ങൾക്ക് ഗുണത്തിനായിരിക്കില്ല നിങ്ങൾ മാറ്റുന്നത്. പല നമ്മളെ നിർബന്ധിക്കുന്നുണ്ടാവും. അല്ല ചേട്ടാ, ചേട്ടന് താല്പര്യം ഉണ്ടാവും, പറ. താല്പര്യം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ഗുണമുള്ള താല്പര്യമാണെങ്കിൽ നിങ്ങൾ സംസാരമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ? ചേട്ടന് ഗുണമല്ലേ ഉള്ളൂ. എന്ത് എപ്പോ ഗുണം? എവിടെ നിന്ന് വിളിച്ചാലും കിട്ടും. പിന്നെ നെറ്റ് ഉണ്ട്. ഈ വിളിച്ചാൽ കിട്ടും ഇപ്പൊ എല്ലാ നെറ്റിലും വിളിച്ചാൽ കിട്ടൂലേ? അവിടെ കിട്ടുവാ വിളിച്ചാൽ? വിളിച്ചാ കിട്ടും. കിട്ടുവാ? ഉറപ്പാ? ഉറപ്പാണ്. ഈ പോർട്ട് ചെയ്യാൻ വന്നിട്ടാകുമ്പോ എന്തെങ്കിലും കിട്ടുവോ? എന്ത്? അല്ല, നിങ്ങള് നിർബന്ധിച്ചിട്ട് ഞാൻ വേറെ ഒരു സിമ്മും കളഞ്ഞിട്ട് നിങ്ങൾ അതിൻ്റെ അകത്തേക്ക് മാറുമ്പോ നിങ്ങൾക്ക് ഗുണമുണ്ടോ? പക്ഷെ അനക്ക് വേറെ എന്തെങ്കിലും ഗുണമുണ്ടോ? ഇപ്പൊ നെറ്റും കോളല്ല എല്ലാ നെറ്റ്വർക്കിനും കിട്ടുന്നതാണ്. വേറെ എന്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചു. അല്ല, വേറെന്ത് ഗുണാണ്? ഇതന്നെ നെറ്റും കോളും നല്ല ഇതിൽ കിട്ടുമല്ലോ. ചേട്ടന് അതല്ലേ വേണ്ടത്. അതിപ്പോ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ എനിക്ക് ഇരുന്ന് മാറേണ്ട കാര്യമൊന്നുമില്ല. ഉള്ളതിൻ്റെ അകത്ത് പിന്നെ ധാരാളം കിട്ടുന്നുണ്ട്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ചേട്ടൻ ഞാനിപ്പോ പണിയെടുക്കുന്ന സ്ഥലം ആരും ഇല്ലാതെ ഇങ്ങ് ഉള്ളോട്ടാ. നിങ്ങൾ അർത്ഥം വരെ വരും. വരുവാ? വന്നിട്ട് ആക്കി തരും, ചേട്ടന് താല്പര്യം ഉണ്ടെങ്കിൽ. താല്പര്യമെല്ലാം ഉണ്ട്. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ എനക്കും താല്പര്യമെല്ലാം ഉണ്ട്. താല്പര്യമുള്ളതുകൊണ്ടല്ലേ ചോദിക്കുന്നു. തരുവോ? വിളിച്ചാൽ കിട്ടുവോ? തരുമെങ്കിൽ നമുക്ക് നോക്കുവായിരുന്നു. ചേട്ടാ, ഇത് കോൾ റെക്കോർഡാണ് കേട്ടാ. എന്ത്? ഇതേ അതിനെന്നാ ഇപ്പൊ ഞാൻ പറഞ്ഞ അതിപ്പോ എല്ലാ സിമ്മിന്റെ എല്ലാ നെറ്റ്വർക്കിനെ വിളിക്കുമ്പോ റെക്കോർഡാന്ന് നമുക്കറിയാം. ഞാനിപ്പം അതൊന്നല്ല ചോദിച്ചു. നമുക്ക് എന്തെങ്കിലും ഒരു ഗുണമുള്ളതാണെങ്കിലല്ലേ. അപ്പം നെറ്റും കോളും തരും എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആയിരിക്കും താല്പര്യം പണ്ട്. വേറെ എന്തെങ്കിലും നടക്കുമെങ്കിൽ നമുക്ക്
ഒരു സിമ്മല്ല, എൻ്റെ അടുത്ത് രണ്ട് സിമ്മുണ്ട്, രണ്ടും മാറ്റിക്കളയാം. അല്ല ചേട്ടന് അല്ല വേറെ എന്തോ ഉദ്ദേശിച്ചാന്നല്ലോ ചേട്ടൻ പറയുന്നത്. വേറെ എന്തോ ഉദ്ദേശിച്ചാണോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതങ്ങനെ അല്ല എന്തോ ഒരു മനസ്സിൽ വെച്ചിട്ട് പറയുന്ന പോലെ. ഇതിപ്പോ ഈ സിമ്മ് പോർട്ട് ചെയ്യേണ്ട ആവശ്യം എന്റെ അല്ലല്ലോ, നിങ്ങളല്ലേ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഗുണമുള്ളതുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ വിളിച്ചത്. അതെ, അതിപ്പോ ചേട്ടനും ഗുണമുണ്ടല്ലോ. അതെ, എനിക്ക് ഗുണം ഉണ്ടാകുമോന്നാണ് ഞാൻ ചോദിച്ചത്. അതെ ഉണ്ടല്ലോ. പിന്നെ ഇപ്പൊ ചേട്ടന് ഈ ഇത് വിളിച്ചാല് എവിടെന്നെങ്കിലും വിളിച്ചാൽ റേഞ്ച് കിട്ടാണ്ടോ ഇതെല്ലാം ഉണ്ടാവുമല്ലോ. അങ്ങനെ നിങ്ങൾ വിളിച്ചപ്പോ അന്ന് ആ റേഞ്ചിൽ കിട്ടിയില്ലേ? ഞാനെനിക്ക് വളരെ ദൂരം ഉള്ളോട്ടാവുണ്ട്. അതെ, അത് എല്ലാരെയും കിട്ടണമെന്നില്ലല്ലോ. അപ്പൊ പിന്നെ ഇതാവുമ്പോ വേഗം ഏടെ നിന്നാലും നിങ്ങൾക്ക് കിട്ടും, ചേട്ടന് കിട്ടും, ആരെ വിളിച്ചാലും. അങ്ങനെ ആരെ വിളിച്ചാലും കിട്ടൂല. കൂട്ടത് ഇയാളെ വിളിച്ചാൽ കിട്ടുമോന്ന് ഞാൻ ചോദിച്ചത്. ഇയാളും അത് കിട്ടാണ്ടെന്നാ കിട്ടും. കിട്ടുമോ? ഉറപ്പാ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, രണ്ട് സിമ്മും വേണ്ടി എന്റെ ചങ്ങായിന്റെ അടുത്ത് സിമ്മ് നാളെ ഞാൻ പോർട്ട് ചെയ്യിപ്പിക്കാം. കിട്ടുമെങ്കിൽ വന്നാൽ തന്നിട്ടേ പോകാം. എന്ത് ഇതല്ലേ സിമ്മിന്റെ കാര്യല്ലേ ചേട്ടൻ പറഞ്ഞേ? അതെ, സിമ്മ് ഞാൻ പോർട്ട് ചെയ്യാം, പക്ഷെ വന്നാല് തന്നിട്ടേ പോകാവൂന്ന്. തരാണ്ട് പോകൂലല്ലോ. അതിനാന്നൊരു ഉറപ്പുണ്ട് തരുവോന്ന്. പറഞ്ഞില്ലേ തരുവോന്ന്. തരാനാണല്ലോ ചേട്ടാ ഞാൻ വരുന്നത്. അതെ, ഇവിടെ അതിനുള്ള സൗകര്യമുണ്ട് ഞാൻ പണിയെടുക്കുന്ന സ്ഥലത്ത്. അല്ല ചേട്ടൻ സിം ഇതിന്റെ കാര്യല്ലേ പറയുന്നു ചേട്ടേ? ഏത് പോർട്ട് ചെയ്യണ്ട? അതേ, പോർട്ട് ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. പക്ഷെ കൂട്ടത്തില് ചെയ്യണമെങ്കിൽ എനക്ക് ചെയ്യാനങ്ങനെ തോന്നണ്ടെങ്കിൽ എന്തെങ്കിലും എനിക്ക് കിട്ടണ്ടേ? അത് തരുവോന്നാ ചോദിച്ചേ. ചേട്ടൻ ഉദ്ദേശിക്കുന്ന കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല ചേട്ടാ. ഇത്രയും പറഞ്ഞിട്ടൊന്നും മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായല്ലോ, സിമ്മ് പോർട്ട് ചെയ്യണോ എന്നാ എനക്ക് ആഗ്രഹമുള്ള എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ ഞാൻ എന്റെ അടുത്ത് രണ്ട് സിം ഉണ്ടാകും. ചേട്ടൻ എന്താ ആഗ്രഹം ഉള്ളത് അത് പറ. ആഗ്രഹം അതാണ് എനിക്ക് മനസ്സിലാക്കാത്തത്. അതിപ്പോ നിങ്ങൾ വന്നാലല്ലേ എനിക്ക് പറയാൻ പറ്റൂ. നീ ഇങ്ങനെ ഫോണിലൂടെ പറയാൻ പറ്റും. അല്ല ഇതില് പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാക്കിട്ട് തരാൻ പറ്റൂ. മനസ്സിലാക്കിയിട്ട് തരാൻ പറ്റാനൊന്നുമില്ല, വന്നിട്ടാണെങ്കിൽ തന്നാ മതി. അല്ല ചേട്ടനെന്നാ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലാകാതെ നിങ്ങളാണ് സിമ്മ് പോർട്ട് ചെയ്യാൻ പോകുന്നു. അല്ല സിമ്മ് പോർട്ട് ചെയ്യുന്ന കാര്യമോ ശരി, അത് ചേട്ടന്റെ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. അത് ചേട്ടൻ പറഞ്ഞ് രണ്ട് സിമ്മുണ്ട് ഞാൻ മാറ്റാവുന്നതാണ്. അപ്പോ അല്ല വന്നാ തരുവോ ചോദിക്കുന്ന കാര്യമാണ് എനിക്ക്. അതന്നെയല്ലേ ഞാൻ പറഞ്ഞത്. അതായത് അനക്കം കൂടി ഒന്ന് പോർട്ട് ചെയ്യാൻ പറ്റുമോന്നാ ചോദിച്ചത്. ചേട്ടൻ തന്നെയല്ലേ പോർട്ട് ചെയ്യുന്നത്. അത് സിമ്മല്ലേ പോർട്ട് ചെയ്യുന്നു. പിന്നെ അതുപോലെ എനിക്കും ഒരു സാധനം പോർട്ട് ചെയ്യാനുണ്ട്. എന്റെ അടുത്തുള്ളത് നിങ്ങളെ അടുത്തേക്ക് മാറ്റാൻ അത് സമ്മതിക്കുമെന്നാ ചോദിച്ചേ. പോർട്ട് ചെയ്യാനല്ലേ ഞാനും ഉദ്ദേശിച്ചത്, പോർട്ട് ചെയ്യാൻ. നിങ്ങളുടെ സിമ്മ് ഞാൻ എന്റെ രണ്ട് സിമ്മ് ഞാൻ പോർട്ട് ചെയ്യും. അന്നേരം എന്റെ ഒരു സാധനം നിങ്ങൾ പോർട്ട് ചെയ്യുമെന്നാ ചോദിച്ചേ. ഇപ്പൊ മനസ്സിലായി ചേട്ടാ, മനസ്സിലായി. എന്ത്? ഇല്ല അത് പറ്റില്ല. അല്ല ചേട്ടൻ പറഞ്ഞ സാധനം പോർട്ട് ചെയ്യാന്ന് പറഞ്ഞത് ചേട്ടൻ വേറെ എന്തോ ഉദ്ദേശിച്ചല്ലേ പറഞ്ഞത്. അത് ശരി, നിങ്ങൾക്ക് എന്റെ അടുത്തുള്ള രണ്ട് സിമ്മും പോർട്ട് ചെയ്യണം. അപ്പൊ എന്റെ അടുത്ത് ഇത് ഉള്ള വേറൊരു സാധനം നിങ്ങളെ കൊണ്ട് പോർട്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ? നിങ്ങളുടെ അടുത്ത് പോർട്ട് ചെയ്യാൻ പറ്റിയ സാധനം ഉണ്ടല്ലോ, പിന്നെ ഒന്ന് പോർട്ട് ചെയ്താൽ. ഇല്ല അതെങ്ങനെ പറ്റുമോ? അതിന് പറ്റും. എങ്ങനെയാ വെച്ചാൽ അതിനുള്ള സ്ഥലം ഇവിടെ ഉണ്ട്, നല്ല റേഞ്ചുള്ള സാധനം എന്റെ അടുത്തുള്ളത്. അല്ല സ്ഥലമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എല്ലാ സ്ഥലമുണ്ട്, നല്ല റേഞ്ച്. നിങ്ങൾക്കുള്ളതിനേക്കാൾ നല്ല റേഞ്ചുള്ള സാധനം. ഒരിക്കൽ പോർട്ട് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് പോർട്ട് ചെയ്യണം തന്നെ തോന്നും. അത് ചേട്ടാ അത് പറ്റൂല, നടക്കൂല. അത് ചേട്ടന് സിമ്മ് പോർട്ട് ചെയ്യണോ അത് പറ. പക്ഷെ ഞാൻ
ചെയ്തുതരാം. സിമ്മ് മാത്രം പോർട്ട് ചെയ്തെന്നാ വേണ്ടേ? എനിക്ക് പോർട്ട് ചെയ്യേണ്ട 2 സാധനം പോർട്ട് ചെയ്യണം. സിം പോർട്ട് ചെയ്യണം ഇല്ല, ഒരു തവണ ഇല്ല ചേട്ടാ, അത് ഒറ്റ നടക്കൂല. തവണ. ഏയ് നിങ്ങൾക്ക് 3-4 സിമ്മ് പോർട്ട് ചെയ്യിപ്പിച്ചു തരും. 4 എത്രയായാലും ഇത് പറ്റൂല. ഓ, ഇതെന്തിന്നാണ് സിമ്മ് പോർട്ട് ചെയ്യുന്ന അത്ര സമയം പോലും വേണ്ട. സിമ്മ് പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും വേണ്ടേ ഇത് 12 മണിക്കൂറാ 24 മണിക്കൂറായിട്ടോ? അയ്യോ, ചേട്ടന് ഉദ്ദേശിക്കുന്ന കാര്യം നടക്കൂല. അതെന്തിട്ട് ഇത് പോർട്ട് ചെയ്യാപ്പെടാ 1 മണിക്കൂർ പോലും വേണ്ട. പെട്ടെന്ന് പോർട്ട് ചെയ്ത് പോയിക്കൂടെ നമുക്ക്? ചേട്ടൻ പറയുമ്പോ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന സാധനമാണോ? പിന്നല്ല, ഇതിനൊന്നും അത്രയധികം സമയമൊന്നും വേണ്ടല്ലോ. പക്ഷേ പറ എനിക്ക് പോർട്ട് ചെയ്യാൻ സമ്മതാണ്. പക്ഷെങ്കിൽ ഞാനുള്ള സ്ഥലവും പറഞ്ഞു. ചേട്ടൻ അങ്ങനെ ഇങ്ങോട്ട് ഇതാക്കിയിട്ടുള്ള സിമ്മ് പോർട്ട് ചെയ്തൊന്നും വേണ്ട കേട്ടോ. അതെന്താ? ഇല്ല, ഇപ്പൊ ഞാൻ വിളിച്ചെന്നുള്ളത് നിങ്ങൾ വിളിച്ചല്ലേ? ചേട്ടനോട് പോർട്ട് ചെയ്തരാന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അതെ, ഞാൻ പറഞ്ഞല്ലോ സിമ്മ് പോർട്ട് ചെയ്യാ. അന്നേരം പിന്നെ ചെറിയൊരു പോർട്ടിങ് അനക്ക് നടത്തിക്കൂടെ? ഇത് ചെയ്തിട്ടുള്ള പോർട്ടിംഗ് ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഒഴിവാക്കുന്നത് വലിയൊരു ബിസിനസ് ആട്ടോ. അത് സാരമില്ല ചേട്ടാ, ഇങ്ങനത്തെ ഇതൊന്നും പറ്റൂല. ഓ, പിന്നെ നിങ്ങൾ പോർട്ട് ചെയ്യാൻ പറ്റെങ്കിൽ പറ, അത് നിങ്ങള് ഒരു സിമ്മ് പോർട്ട് ചെയ്യാൻ എത്ര ആളെ വിളിക്കണം ഒരെണ്ണം കിട്ടണ്ടെങ്കിൽ? ഞാനിപ്പം എൻ്റെ അടുത്തുള്ള 2 ചങ്ങായിമാരെ ഓരോന്ന്, അങ്ങനെ 4 സിമ്മ് ഞാൻ പോർട്ട് ചെയ്യിപ്പിച്ചു തരാം. അങ്ങനെ ചങ്ങായിമാര് സമ്മതിച്ചിട്ടില്ലല്ലോ. അതെല്ലാം ഞാൻ ഏറ്റു. അപ്പോൾ ഇത് ഞാൻ എൻ്റെ പോർട്ടിങ് കഴിഞ്ഞപ്പോൾ ആദ്യം എൻ്റെ പോർട്ട് ചെയ്ത് 2 അത് കഴിഞ്ഞ് ഞാൻ പോർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് തൊഴുതിരാ 2 കൂടി കിട്ടും. ചേട്ടൻ പറയുന്നല്ലേ? അതെ, പിന്നെ നിങ്ങള് എൻ്റെ പോർട്ടിങ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങള് ദിവസം വിളിക്കും കേട്ടോ പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട്. അന്മാതിരി പോർട്ടിങ് ആണ്. അത് അത്രക്ക് റേഞ്ച് ഉണ്ട്. എന്നാലേ ഞാൻ വെക്കുവാന്ന്. വെക്കണ്ട, നിങ്ങൾ ആലോചിച്ചിട്ട് വിളിച്ചോട്ടോ. ആലോചിച്ചോ.